എന്റെ ദൈവമേ, ഇന്ന് ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന ഈ ഡ്രസ്സ് ശ്രീലക്ഷ്മിയുടെ ഡ്രസ്സാണല്ലോ. ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും കൂടെ എന്നെ കളിയാക്കുകയും ചെയ്യും. ഇന്ന് അവളുടെ മുമ്പിൽ പെടാതെ രക്ഷപ്പെടണേ. ഡീ, ഇതോ അവളെ എന്റെ ഡ്രസ്സും ബാഗും ഇട്ടോണ്ടാ വരുന്ന. അവളെ നമുക്ക് ചെറുതായിട്ടൊന്ന് നാണം കെടുത്താം. വന്നേ. ഓ, അവളുടെ മുമ്പിൽ തന്നെ വന്ന് പെട്ട്. ഡീ, ഇത് എന്റെ ഡ്രസ്സും ബാഗും അല്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്ന്? ഇവളുടെ അമ്മയെ ജോലിക്ക് നിർത്തിയപ്പോഴേ എനിക്കറിയായിരുന്നു അവിടുന്ന് കട്ടോ മോഷ്ടിച്ചാന്ന് ദൈവത്തിനറിയാം. ഇനി വീട്ടിൽ ചെന്നിട്ട് മമ്മിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്റെ അമ്മ നിന്റെ വീട്ടിൽ നിന്ന് കട്ടെടുത്തൊന്നുമില്ല, നിന്റെ അമ്മയായിട്ട് കൊടുത്തതാ. നിന്റെ ഈ പഴയ ഡ്രസ്സും പിന്നെ ഈ ബാഗും എന്റെ അമ്മയ്ക്ക് കൊടുത്തതാ, അല്ലാതെ എന്റെ അമ്മ കട്ടെടുത്തിട്ടൊന്നും ഇല്ല ഇന്ന് വരെ. ആണോ അല്ലയോ എന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് മമ്മിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ടറിയാം. നമ്മൾ ഔദാര്യത്തിലാ കഴിയുന്നേ, എന്നിട്ടും വീട്ടിൽ നിന്ന് കട്ടെടുക്കുവാന്നാ തോന്നുന്നേ. നീ ഇത്രയും ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. നിനക്കൊരു പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ ഞാൻ വേണ്ടേ? എന്റെ സഹായം ഇല്ലാതെ നീ ഇന്ന് വരെ ഒരു പരീക്ഷയ്ക്കെങ്കിലും ജയിച്ചിട്ടുണ്ടോ? വെറുതെ ഇവിടെ ചൊറിയാൻ പോണ്ടായിരുന്നു. ഇത്തരം നീ ഇവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. പിന്നെ ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ല, ഓർത്തോ. ഇനി മുതൽ നീ പരീക്ഷയ്ക്ക് എങ്ങനെ ജയിക്കുമെന്ന് എനിക്കൊന്ന് കാണണം.